നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിലെ ബ്രസീൽ ടീമിൻ്റെ ആദ്യ പരിശീലന സെഷൻ ഇന്നലെ നടന്നു. എന്തൊക്കെയാണ് അതിൽ സംഭവിച്ചത്, ഏതൊക്കെ താരങ്ങൾ എത്തിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വിശദമായിട്ടൊന്ന് പരിശോധിക്കുകയാണ്. കാർലോ ആഞ്ചലോട്ടി ഫസ്റ്റ് ട്രെയിനിങ് സെഷൻ ഇന്നലെ നടത്തുകയുണ്ടായി. എല്ലാ പ്ലേയേഴ്സും അവൈലബിൾ ആയിരുന്നില്ല. അവൈലബിൾ ആയിട്ടുള്ള താരങ്ങളെ വെച്ചുകൊണ്ടാണ് ട്രെയിനിങ് സെഷൻ അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കൊറിന്ത്യൻസിൻ്റെ ആ ഒരു കൊറിന്ത്യൻസ് അറീനയിൽ വെച്ചിട്ടാണ് ഇന്നലെ ട്രെയിനിങ് സെഷനുകൾ ഉണ്ടായിരുന്നത്. 18 പ്ലെയേഴ്സാണ് അതിന് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. 25 പ്ലെയേഴ്സിന് കോളപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18 പ്ലെയേഴ്സ് അവൈലബിൾ ആയിട്ട് ട്രെയിനിങ്ങിനുണ്ടായിരുന്നു. എന്ന് പറയുമ്പോൾ 3 പ്ലെയേഴ്സ് ടീമിനോടൊപ്പം ആ സമയത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മറ്റാരുമല്ല, മാർക്കിന്യോസും ബെരാൽഡോയും അപ്പോൾ കാർലോസ് അഗസ്റ്റോയും. ഇവർ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനൽ കളിച്ചവരാണ്. അതുകൂടാതെ ടീമിനോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇന്നലെ ട്രെയിനിങ് നടത്താതിരുന്നത് എസ്റ്റവായോ, പാൽമറാസിൻ്റെ താരം. അദ്ദേഹം അതിന് തൊട്ട് മുമ്പത്തെ ദിവസം കളിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം ഇറങ്ങിയില്ല. അതുപോലെ തന്നെ ലിയോ ഓർട്ടീസ്, ഡാനിലോ, അലക്സാന്ദ്രോ, ഗേഴ്സൺ, ഇവർ ഫ്ലെമിംഗോയുടെ കളിക്കാരാണ്. ഇവരും ഇന്നലെ ട്രെയിനിങ്ങിന് ഇറങ്ങിയിട്ടില്ല. അവർ ഒരു ജിം വർക്കും മറ്റുമൊക്കെ ആയിട്ട് മാത്രം ഒതുങ്ങുകയാണ് ചെയ്തത്. പക്ഷേ മറ്റ് താരങ്ങൾ ഇന്നലെ വർക്ക് ചെയ്യുമ്പോൾ പക്ഷേ ഈ ട്രെയിനിങ് ആളുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടി കൊറിന്ത്യൻസിൻ്റെ കുറച്ച് പ്ലേയേഴ്സിനെ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫൻഡർ ഗാമ, ഫുൾ ബാക്ക് ആയിട്ടുള്ള ഡാനറും ഗുസ്താവോയും, മിഡ്ഫീൽഡേഴ്സ് ആയിട്ടുള്ള ഡെഗീഞ്ഞോ, ലൂയിസ് ഗുസ്താവോ, ബഹിയ എന്നിവരെയൊക്കെ ഇന്നലെ ട്രെയിനിങ്ങിന് ഭാഗമാക്കിയിരുന്നു. അവർ ബ്രസീൽ ടീമിൻ്റെ ഭാഗമല്ല, പക്ഷേ ട്രെയിനിങ്ങിൽ ആളെണ്ണം തേക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ ഒരു ട്രെയിനിങ് സെഷനിൽ തുടക്കത്തിൽ പ്രസ്സിന് അനുമതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങൾ കവർ ചെയ്യാൻ പറ്റി. ആദ്യം അത്ലറ്റ്സ് വാമപ്പ് ചെയ്തു, അതായത് താരങ്ങൾ വാമപ്പ് ചെയ്തു. അതിനുശേഷം അവർ ജിം വർക്കും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തതിന് ശേഷം പിന്നീട് ബോളുമായിട്ടുള്ള പ്രാക്ടീസ് നടത്തി. ഏതായാലും ആദ്യ ട്രെയിനിങ് സെഷൻ കഴിഞ്ഞപ്പോൾ കാർലോ ആഞ്ചലോട്ടി ഹാപ്പിയാണ്. അദ്ദേഹത്തിന് ആദ്യ മത്സരത്തിൽ റാഫിനിയെ കളിപ്പിക്കാൻ കഴിയില്ല. അതിനുള്ളൊരു സൊല്യൂഷൻ നാളത്തെ ട്രെയിനിങ് സെഷനോടുകൂടി വ്യക്തമാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ബ്രസീലിൻ്റെ ആദ്യ മത്സരത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ആദ്യ മത്സരം അവർക്ക് കളിക്കാനുള്ളത് 5-ാം തീയതിയാണ്. 5-ാം തീയതി ഇക്വഡോറിനെതിരെയാണ് മത്സരം. ഇന്ത്യൻ സമയം പറയുമ്പോൾ 6-ാം തീയതി പുലർച്ചെ 4:30 ഇക്വഡോറിൽ വെച്ചിട്ടാണ് ആ കളി നടക്കുന്നത്. അതിനുശേഷം 11-ാം തീയതി പുലർച്ചെ 6:15 ബ്രസീലിൽ വെച്ചിട്ട് പരാഗ്വേക്കെതിരെയും കളിക്കുന്നുണ്ട്. ആഞ്ചലോട്ടിക്ക് മികച്ച തുടക്കമിടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.